എപ്പോഴോ വലിയ ശബ്ദം എന്തെല്ലാമോ ഒടിഞ്ഞു വീഴുന്നു. ആടി ഉഴയുന്നു. മണ്ണ് ഇടിഞ്ഞു വീഴുന്നു. ഞങ്ങൾക്കെല്ലാം പേടിയായി. അതാ ഒരു കുറ്റവെന്ന് പറയുന്നു. നമ്മുടെ മലകൾ മനുഷ്യരിടിച്ചു കൊണ്ടുപോകുന്നു. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും പേടിയോടെ പറയുന്നു, അയ്യോ എനിക്ക് പേടിയാവുന്നു. പോളതായ കിളികൾ പറന്നു വന്നു പറയുകയാണ്, കൂട്ടുകാരെ മരങ്ങളെല്ലാം കുഴിച്ചിടുകയാണ്. കൂട്ടുകാരെ മരങ്ങളെല്ലാം കുഴിച്ചിടുകയാണ്. അതാ മുള്ളങ്കാട്ടിൽ നിന്ന് ആനകൾ വന്നു. അതാ മുള്ളങ്കാട്ടിൽ നിന്ന് മുള്ളങ്കാട്ടിൽ നിന്ന് ആനകൾ വന്നു. അവർ പറഞ്ഞു, നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്ക് മരങ്ങളെയും മലയെയും രക്ഷിക്കാം. നമുക്കിവിടെ സുഖമായി ജീവിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ സുഖമായി ജീവിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാ മൃഗങ്ങളും കൂടി ഒന്നിച്ച് ചോദിക്കുന്നു, കൂട്ടുകാരാ, അതിനെന്തോ പോംവഴി? ആന പറയുന്നു, എല്ലാവർക്കും കൂടി മലയിടിക്കുന്ന ഇടത്തോട്ട് പോവാം. ഞങ്ങളെല്ലാവരും ഉറക്കെ പറയുന്നു, ശരി, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് പോകാം. എല്ലാ മൃഗങ്ങളും ജാഥയായി മലയിടിക്കുന്നിടത്തേക്ക് നീങ്ങി. ആനകൾ അലറി, കുറുക്കന്മാർ കൂടി. ആനകൾ അലറി, കുറുക്കന്മാർ കൂടി. പാമ്പുകൾ കൂട്ടമായി പക്ഷികൾ മനുഷ്യരുടെ തലയിൽ നോടി. പക്ഷികൾ മനുഷ്യരുടെ തലയിൽ നോടിക്കൊണ്ടിരുന്നു. മൃഗങ്ങളുടെ ആക്രമണം സഹിക്കാൻ വയ്യാതെ മലയിടിക്കുന്ന മനുഷ്യന്മാർ ഓടി ഓടി രക്ഷപ്പെട്ടു. മൃഗങ്ങളെല്ലാം സന്തോഷത്തോടെ ആർത്തു ചിരിച്ചു. ഇന്നിവിടെയെല്ലാം മുറിച്ച മരങ്ങളുടെ തൈ നട്ടുപിടിപ്പിക്കണം. നമുക്ക് സുഖമായി നല്ലപോലെ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കാതിരിക്കാൻ കാട്ടിലെ ജീവജാലങ്ങൾ ഒറ്റക്കെട്ടായി പൊരുതി. കാട്ടിലെ ജീവജാലങ്ങൾ ഒറ്റക്കെട്ടായി പൊരുതി. മണ്ണിനോടും പരിസ്ഥിതിയോടും പ്രകൃതിയോടും നീതി കാട്ടാത്ത മനുഷ്യരാകാതിരിക്കാൻ